ഞാൻ കുറച്ച് നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ആറ്റുകോവിൽ പൊങ്കാലയ്ക്ക് നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അത് ഫാൻ വെച്ചാണ് പാറ്റ ഉദ്ദേശിക്കുന്നത്. പണ്ട് വീട്ടമ്മമാർ പാറ്റണേൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം കാണിക്കും. പാറ്റ് വേണ്ട, എത്ര ടൈം എടുക്കും ഈ നെല്ല് പാറ്റാനെ കൊണ്ട്. ഈ വീട്ടമ്മമാർ ഇതേലായിരുന്നു. പ്രായമുള്ള അമ്മമാരൊക്കെ ഇതേനൊക്കെ നെല്ല് പാറ്റി ഒരു പറ നെല്ല് 2 പറ നെല്ല് പാറ്റുന്ന ഒരു ദിവസം കൊണ്ട്. ഞാൻ ഇപ്പം ഹൈടെക്കായിട്ട് നെല്ല് എങ്ങനെ പാറ്റാം, സിമ്പിൾ. ബക്കറ്റിരിക്കുന്ന നെല്ല് വെരി സിമ്പിൾ ആയിട്ട് നോക്കൂ. ഇതേ കണക്ക് വെരി സിമ്പിളാണ്. ഫാൻ വെച്ചിട്ട് ഇതേ കണക്ക് നെല്ല് ഉണങ്ങിയ നെല്ല് വാരി ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു വീട്ടമ്മ 5 ദിവസം പാറ്റണത് പാറ്റി ലോ ചണ്ടല്ല ഓയില പോകുന്നു. വേണ്ട, വെരി സിമ്പിളായിട്ട് എല്ലാവരും ഇനി ഫാൻ വെച്ച് നമ്മളെ കേരളത്തിൻ്റെ കണ്ണിനുണ്ണിയായ നെല്ലാണ്. നോക്കൂ, വേണ്ട, നെല്ല് പാറ്റണ എന്ത് സിമ്പിളാണ്. ഒരു ഫാൻ മാത്രം മതി നെല്ല് പാറ്റണ. ഇപ്പം ഒരു ഫാൻ കൊണ്ട് ഒരു വീട്ടമ്മ എത്ര നേരം കൊണ്ട് നെല്ല് പാറ്റി അവരുടെ കൈ കഴക്കി. വെരി സിമ്പിളായിട്ട് അടുത്തത് ആ പാറ്റയാണ്. ഇതേ ചണ്ട് പോകുന്ന നോക്കൂ, ചണ്ട് വേണ്ട. എല്ലാവരും ഇനി ഇത് കുട്ടനാട്ടിലൊക്കെ ഉള്ളവർ എല്ലാവരും ഇത് ചെയ്ത എളുപ്പം. കുറേശ്ശെ നെൽകൃഷി ചെയ്യുന്നവർ ഇത് ചെയ്ത നല്ല ഉചിതമായിരിക്കും. വെരി സിമ്പിളാണ്. ഒരു ഫാൻ വെക്കുക, നെല്ല് നല്ല ഉണങ്ങിയതിന് ശേഷം ഉയർത്തിയിടുക. കേരളത്തിൻ്റെ സ്വന്തം നാട്ടിൽ നെല്ല് പാറ്റി വെച്ച് എന്ത് സൗന്ദര്യമുള്ള നെല്ലെന്ന് നോക്കൂ. ഇത് ആറ്റുകോവിൽ പൊങ്കാലയ്ക്ക് അരിയാക്കി എല്ലാവർക്കും പച്ചനെല്ല് അരിയാക്കി പൊങ്കാലയ്ക്ക് കൊടുക്കാനെ കൊണ്ടുള്ളതാണ്. ഇതാണ് വെരി സിമ്പിളായിട്ട് നെല്ല് പാറ്റണത് കാണിക്കണമെന്ന് തോന്നി കാണിച്ചതാണ്. ഇതാണ് നെല്ല് പാറ്റിയതാണ്. ചണ്ട് അത്രയും ചണ്ട് കിടപ്പുണ്ട്. എല്ലാവരും ഈ നെല്ല് വീട്ടമ്മമാരെ കൊണ്ട് ജോലി കൂടുതൽ ഉണ്ടാക്കി വെക്കരുത്. ഹൈടെക്കായിട്ട് നിങ്ങൾ കൃഷി ചെയ്താൽ ഒരു ഫാൻ വെച്ച് ഇത് കണക്ക് നെല്ല് തെളിക്കളാൻ 10 മിനിറ്റ് കൊണ്ട് നെല്ല് തിരിഞ്ഞു വരും.